നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സമരം ചെയ്യുന്നവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ നീക്കമെന്ന ആശാ വർക്കർമാർ. മറ്റന്നാൾ സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി മുന്നോട്ട്. സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് പ്രതീക്ഷ. സമരം അനാവശ്യമെന്ന് ആവർത്തിച്ച് EP ജയരാജൻ. അതിർത്തി തർക്കത്തിനിടെ അച്ഛനും മകനും വെട്ടേറ്റു. അതിക്രമം പാലക്കാട് കൊപ്പത്ത്. അയൽവാസി പോലീസ് പിടിയിൽ. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയെ മയക്കുവെടി വെക്കുന്നത് ആലോചനയിൽ. 2 ദിവസത്തിനുള്ളിൽ കൂട്ടിൽ കയറിയില്ലെങ്കിൽ തീരുമാനം. കടുവയ്ക്ക് പരിക്കേറ്റത് കുരുക്കിൽ വീണത് മൂലമെന്ന് സംശയം. കടുവ അതീവ അവശ നിലയിലെന്ന് എരുമേലി റേഞ്ച് ഓഫീസർ. കോട്ടയം തിരുവാർപ്പിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. കിഴിവിന്റെ പേരിൽ തർക്കം രൂക്ഷം. കൊയ്തെടുത്ത നെല്ല് 2 ആഴ്ചയായി പാടത്ത് തന്നെ. എടപ്പാൾ ചെർലശ്ശേരിയിൽ കുടിവെള്ളം കിട്ടാക്കനി. ഏക ആശ്രയം പഞ്ചായത്തിന്റെ കുഴൽക്കിണർ. വെള്ളത്തിനായി പ്രതിമാസം ആയിരങ്ങൾ ചെലവാക്കേണ്ട ഗതികേടിൽ പ്രദേശവാസി. വിശദമായി നോക്കാം. പാലക്കാട് കൊപ്പത്ത് അതിർത്തി തർക്കത്തിനിടെ അച്ഛനും മകനും വെട്ടേറ്റു. മണ്ണങ്ങോട് സ്വദേശി ചാമി മകൻ വൈശാഖ് എന്നിവർക്കാണ് വെട്ടേറ്റത്. അയൽവാസിയായ വിനോദാണ് വെട്ടുകത്തികൊണ്ട് ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇരുവർക്കും തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്തിന്റെ അതിർത്തിയിൽ മതിൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. കണ്ണൂരിൽ കുട്ടിക്ക് മരുന്ന് മാറി നൽകിയ സംഭവത്തിൽ പോലീസ് അടപ്പിച്ച മെഡിക്കൽ സ്റ്റോർ വീണ്ടും തുറക്കാൻ ശ്രമം. പഴയങ്ങാടി ഖദീജ മെഡിക്കൽസ് തുറക്കാനുള്ള ശ്രമത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി. കട തുറക്കാൻ അനുവദിക്കില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. തിരുവനന്തപുരം വിതുരയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വിതുര മാങ്കാലയാണ് കാട്ടാന ഇറങ്ങിയത്. ഇന്നലെ രാത്രിയാണ് ഒറ്റയാൻ ഇറങ്ങിയത്. വിതുര കല്ലാറിൽ 2 ആഴ്ച മുമ്പ് LP സ്കൂളിന്റെ മതിൽ തകർത്ത ആന തെങ്ങ് പുഴുതെറിഞ്ഞിരുന്നു. ആനശല്യം ചെറുക്കാൻ വനം വകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. അഖില ഭാരത ഗോസേവ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഗോരക്ഷ പദയാത്ര സന്നിധാനത്തെത്തി. ഗോക്കളെയും ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തിയാണ് പദയാത്ര. അഖില ഭാരത ഗോസേവ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഗോരക്ഷ മഹാപദയാത്ര സന്നിധാനത്തെത്തി. ഗോക്കളെയും ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തിയാണ് പദയാത്ര. കാശ്മീരിലെ ലാൽ ചൌക്കിൽ നിന്നും സെപ്റ്റംബർ 27-നാണ് ഗോരക്ഷ പദയാത്ര തുടങ്ങിയത്. ഗുരുസ്വാമി ബാലകൃഷ്ണയുടെ നേതൃത്വത്തിലാണ് യാത്ര. 4000-ലധികം കിലോമീറ്റർ 169 ദിവസം കൊണ്ട് പദയാത്രയായി സഞ്ചരിച്ചാണ് സംഘം സന്നിധാനത്തെത്തിയത്. We are walking from Kashmir to Kanyakumari. September 27, 2024, we started our Padayatra from Kashmir, Lal Chowk. After 169 days, we came to Sabarmala with a indigenous cow, Deshi cow, which tied Irumudi to save the cow, save the soil, or save our environment. വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചും ആശയം പ്രചരിപ്പിച്ചുമാണ് പദയാത്ര സന്നിധാനത്തെത്തിയത്. ഇരുമുടിക്കെട്ടുമായി സന്നിധാനത്തെത്തിയ സംഘം ദർശനം നടത്തി. ഈ മാസം 27-ന് കന്യാകുമാരിയിലാണ് സമാപനം. ബാലകൃഷ്ണ ഗുരുസ്വാമിയാണ് നേതൃത്വം നൽകുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കണ്ണൂരിൽ വാഹനാപകടത്തിൽ വയോധികന് ഗുരുതര പരിക്ക്. ഇന്നോവ കാറ് സ്കൂട്ടറിലിടിച്ചാണ് അപകടം. കണ്ണൂർ പുതിയ തെരുവിലാണ് സംഭവം. സ്കൂട്ടറിലിടിച്ച് നിയന്ത്രണം വിട്ട കാറ് മരത്തിൽ ഇടിച്ചു കയറി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടമുണ്ടാക്കിയത്. പരുന്തുംപാറയിലെ അനധികൃത കയ്യേറ്റം പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്ന് BJP. പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതോടെ ജനങ്ങൾ പ്രതിസന്ധിയിലാണെന്നും പതിറ്റാണ്ടുകളായി കർഷകർ താമസിച്ചു വരുന്ന ഭൂമിയും വീടും ഒഴിപ്പിക്കുവാൻ അനുവദിക്കില്ലെന്നും സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് വ്യക്തമാക്കി. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് ഒന്നേ ഉള്ളൂ. ഒരു തരത്തിലുള്ള കയ്യേറ്റത്തെയും ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കുന്നില്ല, അത് അനുവദിക്കുകയില്ല. ഇപ്പോൾ ഇവിടെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കയ്യേറ്റത്തെ ന്യായീകരിക്കാമെന്ന് കരുതിയാൽ, അല്ല അതിന് സംരക്ഷണം ഒരുക്കാമെന്ന് കരുതിയാൽ, അത് ഏത് മതത്തിൻ്റെ പേരിലാണേലും അത് ആ മതത്തോട് തന്നെ കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട്
അതിനെ മതത്തിൻ്റെ പേരിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ കണ്ടെത്തിയ കടുവയെ മയക്കുവെടി വെക്കുന്നത് ആലോചനയിൽ. 2 ദിവസത്തിനുള്ളിൽ കൂട്ടിൽ കയറിയില്ലെങ്കിൽ മയക്കുവെടി വെക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് എരുമേലി റേഞ്ച് ഓഫീസർ കെ ഹരിലാൽ. പരിക്കേറ്റത് കുരുക്കിൽ വീണത് മൂലമെന്നാണ് സംശയം. കടുവ തീർത്തും അവശനാണ്. വെറ്റിനറി ഡോക്ടർ നേരിട്ടെത്തി പരിശോധിക്കുമെന്ന് റേഞ്ച് ഓഫീസർ. അപ്പോൾ നമ്മൾ എന്തായാലും 11-ാം തീയതി കൂട് വെച്ചതിന് ശേഷം നമ്മൾ ത്രൂ ഔട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി നമുക്ക് ഇതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ ഗ്രിഡായി തിരിച്ച് ചതുപ്പുകളെല്ലാം സെർച്ച് ചെയ്തു. അപ്പോൾ ഇന്നലെ നമുക്ക് ഈ ഒരു ചതുപ്പിൽ നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് എൻറ്റയർ നൈറ്റ് നമ്മൾ 1 മണിക്കൂർ ഇടവിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ കുറച്ച് മിസ്റ്റുള്ളോട്ട് നമുക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. എന്നാൽ പോലും അവിടുന്ന് അധിക ദൂരം മാറാൻ യാതൊരു സാഹചര്യമില്ല. എന്തായാലും മിക്കവാറും കൂടിന്റെ വളരെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 300 മീറ്റർ അടുത്ത് തന്നെയാണ്. അപ്പോൾ കൂട്ടിൽ കയറുന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്നു. ഫർദർ നമ്മൾ ഇന്ന് എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യും. അവിടെ തന്നെയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും വ്ളോഗറുമായ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചു. മലപ്പുറം മരത്താണിയിലായിരുന്നു അപകടം. റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമെന്നാണ് നിഗമനം. റോഡരികിൽ രക്തം വാർന്നു കിടക്കുകയായിരുന്നു ജുനൈദ്. തലയ്ക്കാണ് പരിക്കേറ്റത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ നീക്കമെന്ന് ആശാവർക്കർമാർ. സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് തന്നെയാണ് സമരക്കാരുടെ പ്രതീക്ഷ. മറ്റന്നാളാണ് ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം. ആശമാരുടെ സമരം അനാവശ്യമെന്ന് ആവർത്തിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും രംഗത്തെത്തി. ആശാവർക്കർമാരുടെ സമരാവേശത്തിന് തെല്ലും കുറവില്ല. 34-ാം ദിനത്തിലും സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് വിവിധ ജില്ലകളിൽ നിന്ന് ആശമാർ എത്താതിരിക്കാൻ CITUവിന്റെ ഭീഷണി നിലനിൽക്കുന്നുവെന്ന് ആശാവർക്കർമാർ ആരോപിക്കുന്നു. കൊല്ലം ജില്ലയിൽ അവിടുത്തെ DPMന്റെ നേതൃത്വത്തിൽ നേരിട്ടിറങ്ങി ഈ സമരത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള സർവ്വവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DPM നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സെന്ററുകളിലും പോയി സമരത്തിൽ പങ്കെടുക്കുന്നവരെ വിളിച്ചിരുത്തി അവരെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും. ഇതിനിടെ ആശമാരുടെ സമരം അനാവശ്യമെന്ന് EP ജയരാജൻ ആവർത്തിച്ചു. ചിലരുടെ തലയിലുദിച്ച രാഷ്ട്രീയ ബുദ്ധിയാണിതെന്നും ജയരാജൻ. ഈ തെറ്റായ നിലയിൽ ആ സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്നിരുത്തി വേണ്ടാത്ത സമരത്തിന് ഞങ്ങൾ എതിരൊന്നുമല്ല. പക്ഷെ അനാവശ്യവും ആവശ്യമില്ലാത്ത സമയത്ത് നടത്തിയ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണ്. അതിന് ഞങ്ങൾക്കൊരിക്കലും ആ സമരത്തെ അംഗീകരിക്കാൻ കഴിയില്ല. EP-യുടെ വിമർശനത്തിന് ആശാവർക്കർമാരുടെ മറുപടി ഇങ്ങനെ: ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഏരിയയാണ്, ഞാൻ പക്കാ കമ്മ്യൂണിസ്റ്റ് ഏരിയയാണ്. എന്റെ അവകാശത്തിനാണ് ഞാൻ വന്നത്. ഞാൻ അല്ലാതെ പാർട്ടിക്ക് വിപരീതമായിട്ടല്ല. എന്റെ അവകാശം വാങ്ങാൻ, ഞാൻ കഷ്ടപ്പെടുന്ന എന്റെ അവകാശം വാങ്ങാൻ മാത്രമാണ് ഞാൻ വരുന്നത്. എല്ലാവരും അതുപോലെയാണ്. എന്താണ് പാർട്ടി പറയാതിരിക്കുന്നത്? ഞങ്ങളുടെ അവകാശം, ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾ അധ്വാനിച്ച പൈസ ഞങ്ങൾ വന്നത്, അല്ലാതെ ഞങ്ങൾ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല. ജയരാജ സാറിന് ഒന്നും അറിയില്ല. ഈ പണ്ട് ഈ സിനിമ പറഞ്ഞത് അതൊരു ഒരു ചുക്കും അറിയില്ല കേട്ടാ, കുഞ്ഞു വാവയാ. അതേസമയം സമരം ചെയ്യുന്ന ആശാപ്രവർത്തകയ്ക്ക് കേരള ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചു. പാലോട് സ്വദേശി അനിതാകുമാരിക്കാണ് വീട് 7 ദിവസത്തിനകം ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് ബാങ്ക് നോട്ടീസ് കൈമാറിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കിഴിവിന്റെ പേരിൽ തർക്കം രൂക്ഷമായതോടെ കോട്ടയം തിരുവാർപ്പിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. മുൻപ് ഒരു കാലത്തും കിഴിവ് നൽകാത്ത പാടങ്ങളിൽ പിഴവ് ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണമായത്. കൊയ്ത് 2 ആഴ്ചയോളം എത്തിയ നെല്ലുപാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. കർഷകരുടെ ദുരിതത്തിന് ഇക്കൊല്ലവും ഒരു മാറ്റവുമില്ല. മില്ലുടമകൾ ഏജന്റുമാർ വഴി കർഷകരെ ചൂഷണം ചെയ്യുന്നത് തുടർക്കഥയാകുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് 2 ആഴ്ചയായിട്ടും സർക്കാർ ഉറക്കത്തിലാണ്. ഇതോടെ വേനൽ മഴയെത്തിയാൽ ഈ വർഷത്തെ അധ്വാനം മുഴുവൻ വെള്ളത്തിലാകുമെന്ന ആശങ്കയിൽ ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുകയാണ് മലരിക്കലെ കർഷകർ. ഞങ്ങളുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് 2 ആഴ്ചയായിട്ട് ഇത് കൊയ്ത് കിടക്കുന്ന നെല്ല ഇതുവരെയായിട്ടും ഈ സപ്ലൈക്കോ എടുത്തിട്ടില്ല. ഇത് താഴേന്ന് മഴയെ പേടിച്ച് താഴത്തെ കണ്ടത്തിൽ നിന്ന് ഞങ്ങൾ വാരി റോഡ് സൈഡിലോട്ട് ഇട്ടേക്കുവാണ്. അതും 6000 രൂപ കൊടുത്താണ് ഞങ്ങൾ ഇത് മറിച്ചിടിയിച്ചത്. ഞങ്ങൾ 6-7 മാസം കണ്ടെത്തി കിടന്ന് കഷ്ടപ്പെട്ട് ഇതുണ്ടാക്കിയ മുതല. ഇത് വണ്ടിക്കാർക്കും പണിക്കാർക്കും വളയിടിക്കാർക്കും വിഷക്കാർക്കും ഒക്കെ കൊടുത്ത് കഴിഞ്ഞ് ഈ കിടപ്പൂടെ കിടന്ന് ഞങ്ങൾ എവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യേണ്ട വരികയില്ല. മലരിക്കലിൽ 1800 ഏക്കർ പാടശേഖരമുള്ളതിൽ 400 ഏക്കറിലെ കൊയ്ത്താണ് പൂർത്തിയായത്. 25ഓളം യന്ത്രങ്ങൾ ഇപ്പോഴും കൊയ്തുകൊണ്ടിരിക്കുകയാണ്.
റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് കൃഷി കൂടുതൽ നഷ്ടമാകുന്നതിന് കാരണമാകുന്നതായി കർഷകർ പറയുന്നു. ഈ പാടശേഖരത്തിന് 1800 ഏക്കറാണ്. ഞങ്ങളുടെ നെല്ല് ഇവിടം വരെ ഓടി വരണമെങ്കിൽ 1 മണിക്കൂർ എക്സ്ട്രാ വണ്ടിക്ക് പൈസ. നേരെ മറിച്ച് ഇതിന് നടുക്കൂടെ ഒരു റോഡുണ്ടല്ലേ, ഇതിന് നടുക്കൊരു തോടുണ്ട്. ആ സൈഡിൽ കൂടെ ഒരു റോഡൂടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ എന്ത് രൂപ എത്ര ലാഭമാണെന്ന് അറിയാം. മില്ലുടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കർഷകർ തയ്യാറായിട്ടില്ല. വിവിധ കർഷക സംഘടനകളും കോൺഗ്രസും BJPയുമെല്ലാം പാടി ഓഫീസ് ഉപരോധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സമരങ്ങൾ നടത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്നലെ മലരിക്കൽ സന്ദർശിച്ച് പ്രശ്നം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. നോമ്പുതുറ സമയത്തിന് കതിനവെടിക്ക് കാതോർക്കുന്ന നാടാണ് മലപ്പുറം വാഴക്കാട്. വാഴക്കാട് വലിയ ജുമാ മസ്ജിദിൽ ഇന്നും നോമ്പുതുറ അറിയിക്കുന്നത് കതിനവെടി പൊട്ടിച്ചുകൊണ്ടാണ്. നോമ്പുകാലത്ത് ബാങ്ക് വിളി സമയം കതിന വെടിവെച്ചിൽ കേട്ട് നോമ്പ് തുറക്കുകയാണ് ഈ ഗ്രാമം. കഴിഞ്ഞ 41 വർഷമായി MC അബ്ദുള്ളയാണ് മുടങ്ങാതെ കതിന വെടിപൊട്ടിക്കുന്നത്. സാങ്കേതിക വിദ്യകൾ ഏറെ പുരോഗമിച്ചിട്ടും കൃത്യതയാർന്ന സമയക്രമം പാലിക്കാൻ കാതോർക്കുന്ന ഒരു നാടാണ് വാഴക്കാട്. പണ്ട് കാലത്ത് പള്ളികൾ കുറവായിരുന്നതിനാൽ കതിനവെടി കേട്ടാണ് ആളുകൾ നോമ്പ് തുറന്നിരുന്നത്. അത്താഴത്തിനും നോമ്പ് തുറക്കുന്നതിനും കതിനവെടി ഒച്ചയായിരുന്നു സമയം അറിയിച്ചിരുന്നത്. ഇന്ന് കാലം മാറിയെങ്കിലും ഈ ആചാരം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. കതിനയിൽ കളിമണ്ണ് എത്രത്തോളം ഇടിച്ചു നിറക്കുന്നുവോ അത്രത്തോളം ശബ്ദം കൂടും. ചുരുങ്ങിയത് 100 പ്രാവശ്യമെങ്കിലും ഒരു കതിനയിൽ കളിമണ്ണ് ഇടിച്ചു നിറക്കും. 8 കിലോമീറ്റർ ചുറ്റളവിൽ വെടിയൊച്ച കേൾക്കാൻ സാധിക്കും. പെരുന്നാൾ അറിയിക്കുന്നതും കതിന വെടി മുഴക്കിയാണ്. ഒരു 5-8 കിലോമീറ്റർ ചുറ്റളവിൽ ഈ വെടി ശ്രദ്ധിക്കുന്നവരും കേൾക്കുന്നവരുണ്ട്. ആ കാരണത്താൽ ഇപ്പോൾ ഏത് മുജാഹിദോ സുന്നിയോ ജമാഅത്തോ പാർട്ടിയോ സംഘടന ഒന്നും വിഷയമല്ല. എന്താ വെച്ചാൽ എല്ലാവരും ഇതിനെ ആദർശിക്കുന്നവരുണ്ട്. അതെന്താ വെച്ചാൽ ഒന്നാമതാണ് പള്ളിയിലുള്ള പല പള്ളിയിലും പല ക്ലോക്കിനും പല സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്തായാലും നോമ്പിന് വെടി വെട്ടുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൻ്റെ മുകളിൽ അത് ഉറപ്പിച്ച് കാത്തിക്കുന്ന ആളുകളുണ്ട്. മുൻപ് പലയിടങ്ങളിലും മസ്ജിദുകളിൽ നോമ്പ് കാലത്ത് കതിന വെടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ശേഷിക്കുന്നത് വാഴക്കാട് പോലെ ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്നാടിന് ഇതൊരു ഗൃഹാതുരത്വത്തിലേക്കുള്ള തിരിച്ചു നടത്തം കൂടിയാണ്. ന്യൂസ് 18 മലപ്പുറം. ദിവസവും 500-ലധികം പേർക്ക് സ്നേഹത്തിന്റെ ഇഫ്താർ വിരുന്നൊരുക്കി മലപ്പുറം വളാഞ്ചേരി കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ്. നാട്ടിലെ ചെറുപ്പക്കാരുടെ അകമഴിഞ്ഞ പിന്തുണയാണ് കൂട്ടായ്മയുടെ വിജയം. മസ്ജിദ് മുറ്റത്ത് 500-ലധികം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം. നമസ്കാരം കഴിഞ്ഞാൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവാക്കളും നാട്ടുകാരും നോമ്പു തുറയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങും. ഈന്തപ്പഴം, പലതരം പഴവർഗ്ഗങ്ങൾ, പലഹാരം, നാരങ്ങാവെള്ളം തുടങ്ങിയ വിഭവങ്ങൾ ഒരുക്കും. ബാങ്ക് വിളിക്കുമ്പോൾ യാത്രക്കാരും നാട്ടുകാരും വിദ്യാർത്ഥികളുമടക്കം 500-ലധികം പേരെത്തും. നോമ്പു തുറയും നമസ്കാരവും കഴിഞ്ഞാൽ എല്ലാവർക്കും ബിരിയാണിയും നൽകും. 1-ാം നോമ്പ് മുതൽ ആരംഭിച്ചതാണ് ഈ സൽപ്രവൃത്തി. ആദ്യം 250 പേർക്കായി തുടങ്ങി. ഇപ്പോൾ 500-ലധികം പേർ ഇഫ്താർ വിരുന്നിൽ എത്തുന്നുണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ ഒരു 200 ആളെ 250 ആളെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അതിപ്പോൾ 450-500 ആളായിട്ട് കൂടിയിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെയാണെങ്കിൽ അത് ഇനിയും 10-50 ആൾ വെച്ചിട്ട് ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ നാട്ടുകാരെല്ലാം കൂടി ഒരുക്കുന്നുണ്ട്. അതിന് പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ വളരെ സജീവമായിട്ട് രംഗത്തുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് നോമ്പ് അവസാനിക്കുന്നവരെ നല്ല നിലക്ക് മുന്നോട്ട് പോകുന്ന തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നല്ല മനുഷ്യരുടെ സഹായമുള്ളതിനാൽ സംഭാവന ചോദിച്ചു വാങ്ങേണ്ടി വന്നിട്ടില്ലെന്ന് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. ഈ കൂട്ടായ്മയുടെ മഹല്ല് കമ്മിറ്റിയുടെ കീഴിലുള്ള ഫുഡ് കമ്മിറ്റി ഇതിനായി പ്രത്യേകം തയ്യാറാക്കുകയും അവരുടെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇന്ന് 500 ആളുകൾക്കുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാർ ഒരു 10-50 ആൾ ഇതിനായിട്ട് സന്നദ്ധരായിട്ട് ഫുൾ ടൈം 4 മണി മുതൽ ഇനി നോമ്പ് തുറക്കുന്നവരെ നിങ്ങൾക്ക് കാണാം. വളരെ സജീവമായി ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മഹല്ല് കമ്മിറ്റി പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇഫ്താർ വിരുന്നൊരുക്കാൻ നേരത്തെ തന്നെ യുവാക്കൾ എത്തിച്ചേരും. എല്ലാവരിലേക്കും നോമ്പുതുറ വിഭവം എത്തിയെന്ന് ഉറപ്പുവരുത്തും. നോമ്പുതുറ കഴിഞ്ഞാൽ സ്ഥലം വൃത്തിയാക്കിയാണ് ഇവർ മടങ്ങുക. ന്യൂസ് 18 തിരൂർ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ആർച്ച് പാലത്തിന് 90 വയസ്സ്. പെരിയാറിന് കുറുകെ നേര്യമംഗലത്ത് പണി കഴിപ്പിച്ച പാലമാണ് 9 പതിറ്റാണ്ടായി ഇടുക്കിക്കാർക്ക് പുറം ലോകത്തേക്കുള്ള വാതിലാകുന്നത്. 1935 മാർച്ചിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീചിത്ര തിരുനാളായിരുന്നു പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്.
ഇടുക്കിക്കാർക്ക് നേര്യമംഗലം പാലം ഗതാഗത മാർഗമാണെങ്കിൽ പുറത്തുനിന്നുള്ളവർക്ക് ഇത് കൗതുക നിർമ്മിതി കൂടിയാണ്. പെരിയാറിന് കുറുകെ വനത്തോട് ചേർന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് പാലം. ഹൈറേഞ്ചിൽ നിന്ന് തേയിലയും സുഗന്ധവിളകളും മരങ്ങളും കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ പാലം. പ്രളയങ്ങളെ അതിജീവിച്ച ചരിത്രമുണ്ട് ഈ പാലത്തിന്. 1924 ഉണ്ടായ പ്രളയത്തിൽ അന്ന് മാങ്കുളത്തുകൂടി ഉണ്ടായിരുന്ന ആലുവ മൂന്നാർ റോഡ് ഒലിച്ചുപോയി. ഇതോടെ കോതമംഗലത്ത് നിന്നും നേര്യമംഗലം അടിമാലി വഴി മൂന്നാറിലേക്ക് പുതിയ പാത തുറന്നു. ആദ്യ പ്രളയം കഴിഞ്ഞ് 11 വർഷം പിന്നിട്ടപ്പോൾ നിർമ്മിച്ച നേര്യമംഗലം പാലം കേരളം നേരിട്ട രണ്ടാം പ്രളയത്തെയും അതിജീവിച്ച് ഹൈറേഞ്ചുകാർക്കിന്നും സഞ്ചാരമാർഗമായി നിൽക്കുകയാണ്. മീറ്റർ നീളവും 4.90 മീറ്റർ വീതിയുമാണ് ഈ ആർച്ച് പാലത്തിനുള്ളത്. 1935 മാർച്ചിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീ ചിത്തിര തിരുനാളായിരുന്നു പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. പാലം 90 വർഷം പിന്നിടുമ്പോൾ പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികളും തുടരുന്നുണ്ട്. നിലവിലെ പാലത്തിലെ ഗതാഗത കുരുക്കാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിന്നുയരുന്ന ഒരു പരാതി. പുതിയ പാലം വന്നാൽ ഈ പരാതിയും പരിഹരിക്കും. ന്യൂസ് 18 ഇടുക്കി. വേനൽ കനക്കുന്നതോടെ വനം വകുപ്പ് നടത്തുന്ന കൺട്രോൾഡ് ബേണിംഗിനെതിരെ വിമർശനവുമായി പരിസ്ഥിതി സംഘടനകൾ. വേനൽക്കാലത്ത് കാട്ടുതീ തടയാനെന്ന പേരിൽ നടത്തുന്ന കൺട്രോൾഡ് ബേണിംഗ് അശാസ്ത്രീയമാണെന്നാണ് ആക്ഷേപം. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയാണ് ആക്ഷേപം ഉന്നയിച്ചത്. വിവിധ ഇനം പുൽച്ചെടികളും കരിയിലകളും മറ്റും നിറഞ്ഞ ഭാഗത്ത് നടത്തുന്ന കൺട്രോൾഡ് ബേണിംഗ് അഥവാ നിയന്ത്രിതമായ തീയിടൽ പലപ്പോഴും പ്രകൃതിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നുവെന്നും ഇഴജന്തുക്കളും മറ്റ് ജീവജാലങ്ങളും ചത്തൊടുങ്ങുമെന്നും ചൂട് വർദ്ധിക്കാൻ ഇടയാക്കുമെന്നും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള പ്രവർത്തകർ പറയുന്നു. വനത്തിനുള്ളിലെ ഉരകജീവികള്, പാമ്പ്, അതുപോലെ കരയാമ, പക്ഷികളുടെ മുട്ടയടക്കം പക്ഷികളും അനേകം പക്ഷികളും അപൂർവ ഇനം സ്പീഷീസുകളും ഇതിനോടൊപ്പം ബന്ധുബന്ധികളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ കൺട്രോൾ ബേണിംഗ് എന്ന സിസ്റ്റം കാലഹരണപ്പെട്ടതും അശാസ്ത്രീയവുമാണ്. ഇതിനെതിരെ നിരവധി തവണ പരാതിയും റിപ്പോർട്ടും കൊടുത്തിട്ടും ഇപ്പോഴും ഇവർ നിർബാധത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉന്നത അധികാരികൾ, സർക്കാർ ഇതിൽ ഇടപെട്ട് ഈ കൺട്രോൾ ബേണിംഗ് സിസ്റ്റം, അശാസ്ത്രീയമായ സിസ്റ്റം നിർത്തിവെപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേനൽക്കാലത്ത് വനാതിർത്തികളിൽ തീ പടരുന്നത് പതിവാണ്. ജനങ്ങളുടെ അശ്രദ്ധമായ ഇടപെടൽ കൊണ്ടും സാമൂഹ്യ വിരുദ്ധരുടെ അക്രമ പ്രവർത്തനങ്ങൾ കൊണ്ടും വനത്തിൽ അഗ്നിബാധയുണ്ടാകും. കാട്ടുതീ തടയാൻ ഫയർ ലൈൻ തെളിക്കുന്നത് കാര്യക്ഷമമായി നടപ്പാക്കണമെന്നും വന്യജീവികൾക്കും മറ്റ് ആവാസ വ്യവസ്ഥകൾക്കും ദോഷകരമായ കൺട്രോൾഡ് ബേണിംഗ് ഒഴിവാക്കാൻ വനം വകുപ്പ് തയ്യാറാകണമെന്നും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ഇടുക്കി ജില്ലാ ഘടകം ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം എടപ്പാൾ ചെർലശ്ശേരിയിൽ കുടിവെള്ളം കിട്ടാക്കനിയാണ്. പഞ്ചായത്തിന്റെ കുഴൽ കിണറാണ് ഇവരുടെ ഏക ആശ്രയം. പ്രതിമാസം ആയിരങ്ങൾ വെള്ളത്തിനായി മാത്രം ചിലവാക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ചെർലശ്ശേരിയിൽ 35ഓളം കുടുംബങ്ങളുണ്ട്. വേനൽ കടുത്തതോടെ ഇവർ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. പഞ്ചായത്തിന്റെ പൊതുകിണറാണ് ഏക ആശ്രയം. വേനലായതോടെ ഈ കിണറിലും വെള്ളം കുറഞ്ഞു. ടാങ്കറിലൂടെ വെള്ളം എത്തിക്കുക മാത്രമാണ് പോംവഴി. ഇതിനായി വലിയ വില നൽകണം. സാധാരണക്കാരായ കുടുംബങ്ങൾക്കിത് താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. പ്രതിമാസം ആയിരങ്ങൾ വെള്ളത്തിനായി മാത്രം ചിലവാക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, ഒരു കാര്യത്തിനും വെള്ളമില്ല. ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് വെള്ളം വാങ്ങുന്നത്. 2-3 മാസമായി വെള്ളം വാങ്ങൽ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് മോട്ടോർ കേടുന്ന അത് ആരെ കൊണ്ടുപോയി എന്താന്നുള്ളത് എനിക്കറിയില്ല. അതോടുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വേണം. ഇവരാകെ ചിലവാക്കിയത് ഇവിടെ മോട്ടോർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ ബാക്കി പൈസ ഇവർ എന്ത് ചെയ്ത് മോട്ടോർ പേര് ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ്. മെമ്പറിനോട് വെച്ചപ്പോൾ മെമ്പർ ഒന്നും അറിഞ്ഞിട്ടില്ല ഈ കാര്യങ്ങൾ. മെമ്പർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണം പോലും ഇല്ല. കുടിവെള്ളം ലഭ്യമാക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രദേശവാസികൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. സമരമല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ കൂറ്റൻ മരം കടപുഴകി വീണ് അപകടം. റോഡരികിൽ നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലേക്കാണ് മരം പതിച്ചത്. കാറിലുണ്ടായിരുന്ന സ്ത്രീകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുതിയ കോട്ടയിൽ ഉച്ചയോടെയാണ് അപകടം. റോഡരികിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരമാണ് താഴേക്ക് പതിച്ചത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് മരം പതിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തു. അവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അതിലൊരു ഫാമിലി ഉണ്ടായിരുന്നു.
പള്ളിയിൽ പോയിട്ട് ഞാൻ പള്ളിയിലെത്തലും കുട്ടികളൊന്നും ഇവിടുന്ന് ഓടി വരുന്നുണ്ട്. ബാപ്പ ഇങ്ങനെ മരം വീണിട്ട് 2 വണ്ടിയിനകത്ത് മരം വീണു. കാറിലുണ്ടായിരുന്ന 2 പേർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചു നീക്കി. നഗരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ഔദ്യോഗിക തിരക്കിനിടയിലും കൃഷിക്കായി സമയം മാറ്റി വെക്കുകയാണ് കോഴിക്കോട് പെരുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടോഞ്ചേരി. വീടിനോട് ചേർന്നുള്ള തരിശായി കിടന്ന 50 സെന്റ് സ്ഥലമാണ് കൃഷിയോഗ്യമാക്കിയത്. സുബിതയുടെ തോട്ടം നിറയെ പപ്പായകൾ വിളഞ്ഞു നിൽക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ഇവ പരിചരിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട് സുബിത തോട്ടോഞ്ചേരി. വീടിനോട് ചേർന്ന് തരിശായി കിടന്ന 50 സെന്റ് കൃഷിയോഗ്യമാക്കിയാണ് കൃഷി തുടങ്ങിയത്. റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ് നട്ടത്. പഞ്ചായത്തിലെ കാർഷിക കർമ്മസേന തയ്യാറാക്കിയ തൈകളാണ് കൃഷിയിടത്തിൽ നട്ടിരുന്നത്. 6 മാസം മുൻപ് പാകിയ പപ്പായ തൈകളെല്ലാം നിറയെ കായ്ച്ചു. പഞ്ചായത്തിലുള്ളവർക്ക് കൃഷിയിൽ പ്രചോദനം നൽകാനായതായി സുബിത പറയുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് എന്നുള്ളതും കൂടെ എൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയിൽ നിന്നും കൂടെയാണ് പ്രധാനമായിട്ടും അതിൻ്റെ സപ്പോർട്ട് 100% ഹസ്ബൻഡിൻ്റെതായിരുന്നു. അദ്ദേഹത്തിൽ ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇതിൻ്റെ കായെല്ലാം പറിച്ച് ഞാൻ വിപണിയിൽ കൊടുക്കുന്നതിന് മുന്നേ തന്നെ എന്നെ വിട്ടുപോയി എന്നുള്ള ഒരു സങ്കടം കൂടെ ഈ ഒരു കാര്യം, ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ എൻ്റെ മുന്നിലുണ്ട്. എങ്കിലും എനിക്ക് ഇത് വലിയ ഒരു നല്ല രീതിയിലുള്ള ഒരു കൃഷിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കൃഷി എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ആളുകൾക്കും ഈ കൃഷി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാവർക്കും ഒരു പ്രചോദനമായി മാറണം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തോട്ടത്തിൽ നിരവധി പേർ പപ്പായ വാങ്ങാനെത്തുന്നുണ്ട്. പപ്പായ കൃഷിക്ക് പുറമെ വിവിധ വാഴകളും പച്ചക്കറികളും ഇടവിളിയായി ഇവിടെ വളരുന്നുമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ശോചനീയാവസ്ഥയിലായ ക്ഷേത്രകുളം ശുചീകരിക്കാൻ നാടൊന്നാകെ കൈകോർത്തു. പാലക്കാട് വിളയൂർ കരിപ്പമണ്ണ ശിവക്ഷേത്രകുളമാണ് ജനകീയ കൂട്ടായ്മ ശുചീകരിച്ചത്. ഒരുപാട് പേർ ആശ്രയിച്ചിരുന്നതാണ് കരിപ്പമണ്ണ ശിവക്ഷേത്രത്തിലെ ഈ കുളം. നവീകരണം ഇല്ലാതായതോടെ കുളം നശിച്ചു. അരികിടിഞ്ഞും ചെളിയും പായലും നിറഞ്ഞും കുളം നാശമായി. ഇതോടെയാണ് കുളം ശുചീകരിക്കാൻ നാട്ടുകാർ ഒന്നിച്ചത്. ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തനം. കരിപ്പമണ്ണ അമ്പലത്തിൻ്റെ ഇപ്രാവശ്യത്തെ ശിവരാത്രി ആഘോഷം നാട്ടുകാരുടെയും ഭക്തരുടെയും സഹകരണത്തോടുകൂടി ഈ നാട്ടിലെ എല്ലാ കുട്ടികളുടെയും സ്ത്രീകളുടെയും കലാപരിപാടികളോടുകൂടി ഗംഭീരമായി ആഘോഷിച്ചു. ഇന്നലെ അതിൻ്റെ ഭാഗമായി നടന്ന മീറ്റിങ്ങിൽ നമ്മൾ കുളത്തിലെ ചണ്ടി വാരുന്നതിന് വേണ്ടി എല്ലാ ജനകീയ സഹകരണത്തോടുകൂടി ചണ്ടി വാരാൻ തീരുമാനിച്ചു. ഇപ്പോൾ ചണ്ടി ഏകദേശം വാരിക്കഴിഞ്ഞ് കുളം ആളുകൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ കയ്യും കാലും കഴുകുന്നതിനോ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ വൃത്തിയാക്കിയിരിക്കുന്നു. കുളത്തിന് ചുറ്റുമുള്ള പ്രദേശം കാട് മൂടിയിരുന്നു. എല്ലാം വൃത്തിയാക്കി. പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള കുളം മതിൽ കെട്ടിയും പടവുകൾ നിർമ്മിച്ചും സംരക്ഷിക്കണമെന്ന ആവശ്യം കൂടിയുണ്ട് ഇവർക്ക്. ന്യൂസ് 18 പാലക്കാട്. പുരിവെയിലിൽ കരിഞ്ഞുണങ്ങിയ ചെടികൾ പുതിയ ചട്ടിയിൽ നട്ടുനനച്ച് പിടിപ്പിച്ച് കോഴിക്കോട് മുക്കം നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ. സംസ്ഥാനത്ത് സീറോ വേസ്റ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി നടക്കുന്ന നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ചെടികൾ റീപ്ലാന്റ് ചെയ്തത്. മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി ഈ മാസം 30-നാണ് സംസ്ഥാനത്ത് സീറോ വേസ്റ്റ് പ്രഖ്യാപനം. ഇതിന്റെ ഭാഗമായി മുക്കം നഗരത്തിന്റെ മുഖമാകെ മാറ്റുകയാണ് ഹരിതകർമ്മസേനയും വിവിധ സന്നദ്ധ പ്രവർത്തകരും. ഹരിതകർമ്മസേനയും മുക്കം വാക്കിംഗ് ക്ലബ്ബും ചേർന്നാണ് ചെടികൾ റീപ്ലാന്റ് ചെയ്തത്. പുതിയ ചട്ടിയിൽ വെച്ചുപിടിപ്പിച്ച് നട്ടു നനച്ചതോടെ ഈ ചെടികളെല്ലാം പച്ച പിടിച്ചു. നഗര ശുചീകരണത്തിന്റെ ആവശ്യം വിളിച്ചോതുന്ന അറിയിപ്പുകൾ മുക്കത്തെ സർക്കാർ സ്ഥാപനങ്ങളുടെയും പാർക്കുകളുടെയും ചുമരുകളിൽ നേരത്തെ സ്ഥാപിച്ചിരുന്നു. പാലത്തിന്റെ കൈവരികളിലും ആൽത്തറകളിലും മറ്റും ബോധവൽക്കരണ ബോർഡുകളും വെച്ചിട്ടുണ്ട്. മുക്കം നഗരസഭ നമ്മുടെ എല്ലാ ഡിവിഷനുകളിലും മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുക്കം ടൗണിൽ നേരത്തെ സ്ഥാപിച്ചിട്ടുള്ള സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ചെടികളും മറ്റെല്ലാം തന്നെ റീപ്ലാന്റ് ചെയ്ത് മുക്കം നഗരസഭ ഏതായാലും അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വരികയാണ്. മാലിന്യമില്ലാത്ത മുക്കം എന്ന പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാ പ്രദേശത്തും വീടുകളിലും പട്ടണങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. അതിനുള്ള എല്ലാവരും അതിൻ്റെ നേതൃത്വം നൽകി വരികയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. റീപ്ലാന്റ് ചെയ്ത ചെടികൾ കൈവരികളിൽ വയ്ക്കുന്നതിന്റെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. മുക്കം ടൗൺ ഡിവിഷൻ കൗൺസിലർ പ്രജിത പ്രദീപ്
കൗൺസിലർ അശ്വതി, സനൂജ്, നഗരസഭാ സെക്രട്ടറി ബിവിൻ ജോസഫ്, JH ഐമാർ, മുക്കം വാക്കിംഗ് ക്ലബ് പ്രതിനിധികളായ ആസാദ് മുക്കം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഓരോ പഞ്ചായത്തിലും വ്യത്യസ്തമാണ്. സമൂഹം മാലിന്യമുക്തമാക്കുവാൻ സർക്കാർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾക്കൊപ്പം ഹരിതകർമ്മസേനാംഗങ്ങളുടെ സ്വന്തമായ ആശയങ്ങളും ചേരുമ്പോഴാണ് പദ്ധതി പലപ്പോഴും വിജയകരമാവുന്നത്. ഇടുക്കി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ മാത്രമായ ഒരു ആശയമാണ് ഹരിത സെൽഫി പോയിന്റ്. മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തിക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വേറിട്ട ആശയങ്ങൾ പലപ്പോഴും ഫലപ്രദമാവാറുണ്ട്. ക്യാമ്പയിന്റെ ഭാഗമായി അത്തരമൊരു പുതിയ ആശയമാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന മുന്നോട്ട് വയ്ക്കുന്നത്. ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യ കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ച് ചിത്രശലഭത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച സെൽഫി പോയിന്റ് ആണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേയിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് വിപുലമായ പരിപാടികളോടുകൂടി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം നമ്മളും പ്രഖ്യാപനത്തിനൊരുങ്ങിയാണ്. അപ്പോൾ ഈ സെൽഫി പോയിന്റ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഹരിതകർമ്മസേനക്കാരുടെ വിയർപ്പിന്റെ ഫലമായിട്ട് ലഭിച്ച കുപ്പി അടപ്പുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇതുവഴി കടന്നുപോകുന്നവർ സെൽഫി പോയിന്റിൽ വന്ന് സെൽഫി എടുത്താണ് മടങ്ങുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ചിത്രത്തിന് പാരിതോഷികവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സജി മുത്തനാംകുഴി സെൽഫി പോയിന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് 18 ഇടുക്കി. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 8,220 രൂപ, പവന് 65,760 രൂപ. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 6,780 രൂപ, പവന് 54,240 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, കിലോ 1,10,10,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇനി സ്പോട്ട് ലൈവ് കാണാം. ആര്യാർ ദേവൻ ചേരും. നമസ്കാരം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്.